ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഒരു 1 വീക്കായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചസ് ഇപ്പം നിങ്ങൾ റീസെൻ്റായിട്ട് കണ്ടുവരുന്നത്. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. സന്തോഷം തരാൻ നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്ക് പുറത്ത് പോയാലേ സന്തോഷമുള്ളൂ, അല്ലെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയാലേ സന്തോഷമുള്ളൂ, ഷോപ്പിംഗ് ഒക്കെ ചെയ്താൽ മാത്രമേ സന്തോഷമുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സന്തോഷത്തിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ ഉള്ളിലെ ചെറിയ ചെറിയ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഇന്നർ സെൽഫിനെ സന്തോഷമാക്കുന്നുണ്ട്, നമ്മുടെ സോളിനെ ഹാപ്പി ആക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റിനെ ഡെവലപ്പ് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ആക്ച്വലി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ പറയാൻ പോണ ഒരു 90% കാര്യങ്ങളും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അതേപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തും ആണ് ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കിടക്കാം. ഒന്നാമത്തത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുന്നെയോ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി പറയലിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ താങ്ക് യു, ഇന്നെനിക്ക് നല്ലൊരു പ്രഭാതം കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് കൈയും കാലും കണ്ണും ഒക്കെ എനിക്ക് തന്നു, അതേപോലെ എനിക്ക് ഉപയോഗിക്കാനൊരു ഫോണുണ്ട്, എനിക്ക് കിടക്കാനൊരു വീടുണ്ട്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു ഫാമിലി ഉണ്ട്. ഇങ്ങനെ എണ്ണി പറഞ്ഞ് നമ്മൾ നന്ദി പറയാം. അല്ലേ, ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആണെങ്കിൽ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെ ഓർത്ത് ഇന്നെനിക്ക് നല്ലൊരു ദിവസമായിരുന്നു, അതേപോലെ ഇന്നെനിക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റി, ഇന്നെനിക്ക് നല്ല മാർക്ക് കിട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളെയും നമ്മൾ എണ്ണി പറഞ്ഞ് നന്ദി പറയുക. അപ്പം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമൈനും അതേപോലെ തന്നെ സെറോട്ടിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇതുമൂലം നമുക്ക് നമ്മളെ എപ്പോഴും നമ്മുടെ സോളിനെ നമുക്ക് ഹാപ്പി ആക്കി വെക്കാൻ പറ്റും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഇത് ഒരു 1 വീക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനോടെന്നുള്ള നന്ദി എന്നല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തെ വേണേലും വിളിച്ചു പറഞ്ഞു താങ്ക് യു, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അല്ലെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കിന്ന് സന്തോഷിക്കാൻ പറ്റി, എനിക്ക് 3 നേരം മുടങ്ങാതെ ഭക്ഷണം കഴിക്കാൻ പറ്റി. ഇങ്ങനെ എണ്ണി ഓരോ കാര്യങ്ങൾക്കും പറഞ്ഞ് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുക. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 1 വീക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, നിങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അത് പയ്യെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ദ സെൻസ് നമുക്കത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നമുക്കത് നോർമലി പറയുകയോ എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തൂടെയോ അല്ലെങ്കിൽ തൊടിയിലൂടെയോ ഒരുപാട് കാണാനുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുകയോ ചിന്തിക്കുകയോ ഒന്നുമില്ല. നമ്മൾ ബെയർ ഫൂട്ടഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നേച്ചറിലേക്ക് ഇറങ്ങി നടന്ന് നോക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. വീട്ടിൽ ഏതൊക്കെ ചെടികളുണ്ട്, മരങ്ങളുണ്ട്, ഈവൻ അതൊക്കെ പോലും നമ്മൾ നോട്ടീസ് ചെയ്യുന്നൊരു സമയം വരും. എത്രയൊക്കെ സ്ട്രെസ്സാണേലും എത്രയൊക്കെ സങ്കടം വന്ന് അകത്തിരിക്കുകയാണേലും ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ച് കറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ സങ്കടത്തിൻ്റെ ഒരു 10% 10% അത്രയും കുറഞ്ഞിരിക്കും. അപ്പം നേച്ചറിന് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് പവർ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓക്സിറ്റോൺ എന്ന് പറയുന്ന ഫീൽ ഗുഡ് ഹോർമോൺ, അങ്ങനെ പറയാം, സെയിം ഹാപ്പി ഹോർമോൺ തന്നെയാണത്. ആ ഒരു ഹോർമോണിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ നേച്ചറിലൂടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഈവനിങ് വാക്ക് എന്നൊക്കെ വേണേൽ പറയാം. ആ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് കിളികളുടെ സൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മരങ്ങളും ചുറ്റുമുള്ള ഒക്കെ ഒന്ന് നോക്കിയും കണ്ടും ഒന്ന് കറങ്ങി വരിക. ഇതും ആക്ച്വലി നമ്മുടെ സോളിനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ്. ദെൻ ഗുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് നമുക്കതൊരു ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ഈവൻ പാർട്ട്ണർ ആവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വർക്ക് ലോഡും കുറേ ചെയ്ത് തീർക്കാനും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഗ്യാങ്ങിൻ്റെ കൂടെ ഉള്ളപ്പം ഫുൾ ഓൺ ആൻഡ് ഫുൾ ആക്റ്റീവ് ആയിരിക്കും അല്ലേ.
എല്ലാം മറന്ന് നമ്മൾ ഫുള്ളി സന്തോഷവും ചിരിയും കളിയും ബഹളവും മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴും ഓക്കെ എനിക്ക് ആ വർക്ക് ചെയ്യാനുണ്ട്, ഓക്കെ ചെയ്തേക്കാം. അത്രയും സ്ട്രെസ്സിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ഇവരുടെ കൂടെ ഒന്ന് എൻഗേജ് ആവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്നാണ്, നമ്മൾ പോലും അറിയാണ്ടാണ് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മളിൽ വരുന്നത്. നമ്മൾ ഒച്ചത്തിൽ ചിരിക്കുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് മാറും. അല്ല നമ്മുടെ ആ ഒരു പ്രഷർ നല്ല രീതിക്ക് കുറയും. അത് ഈവൻ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഗെയിംസ് കളിക്കുന്നതോ സംസാരിക്കുന്നതോ ഈവൻ പാർട്ട്നേഴ്സ് പോലും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പം അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നതോ ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഒരുമിച്ച് ഒരു മൂവിക്ക് പോകുന്നതോ എന്തും നമുക്ക് ഹാപ്പി ആവുന്ന, നമ്മുടെ വൈബ് മാച്ച് ആവുന്ന, അല്ല നമുക്ക് കണക്റ്റ് ആവുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സോളിനെ ഹാപ്പി ആക്കാനും നമ്മുടെ മെൻ്റലി നമുക്ക് ഒന്ന് ഓക്കെ ആവാനും ഇത് വളരെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. ഈ സ്ട്രെസ് ഹോർമോണിനെയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മെത്തേഡ്സ് അല്ല ഈ പറഞ്ഞ രീതികൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും. അതേപോലെ നല്ല രീതിയിലുള്ള എക്സസൈസ്, വർക്കൗട്ട്, യോഗ, മെഡിറ്റേഷൻ, വാട്ടെവർ. സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇന്ന് തന്നെ തുടങ്ങാം. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും. നമ്മളിപ്പം ഓപ്പോസിറ്റ് വരുന്ന ഒരാളുടെ നേരെ ഒരു ചിരി കൊടുക്കുക. നമുക്ക് ചിരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. അതിപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, ജെൻഡർ ബേസിൽ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരാൾക്ക് ഒരു ചിരി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഓട്ടോമാറ്റിക്കലി അയാൾ വിചാരിക്കും ഒരാളേലും ഇന്ന് എന്നെ നോക്കി ചിരിച്ചല്ലോ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചൊരു വ്യക്തിയുടെ പേര് പറയാൻ ചോദിച്ചാൽ ഒന്ന് ആലോചിക്കണം, ഞാൻ ഇന്ന് എപ്പോഴാണ് ചിരിച്ചേ, ആ ഒരു രീതിയിലൊന്ന് ചിന്തിക്കണമല്ലേ. നേരെ മറിച്ച് ഈ ഒരു ചിരി നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടെങ്കിലോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് തരുന്നൊരു സിഗ്നൽ ഉണ്ട്, ഓക്കെ ഈ പേഴ്സൺ ഹാപ്പിയാണ്, ഈ പേഴ്സണെ ഹാപ്പി ആയിട്ട് തന്നെ വെക്കണം. ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡ് അൺനോയിങ്ലി അല്ല സബ് കോൺഷ്യസ്ലി ഈ ഒരു തോട്ട് നമുക്ക് പോവും. അപ്പോൾ നമ്മളെ ഹാപ്പി ആക്കി ഇരുത്താൻ മാക്സിമം ശ്രമിക്കും. അതേപോലെ ഇപ്പം ഞാൻ വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളിപ്പം കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടായിക്കോട്ടെ, ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആയിക്കോട്ടെ, ഒരു ട്രോമ ഹീലിംഗ് സ്റ്റേജ് ആയിക്കോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പറയും ഈ ഒരു ടൈമിൽ നമ്മൾ ജിമ്മിൽ പോയി നല്ല രീതിയിലുള്ള വർക്കൗട്ട്സ് കാര്യങ്ങൾ ചെയ്യും, നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തും. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് ഈ വർക്കൗട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, നല്ല രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കത് നല്ലൊരു എന്താ പറയുക മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. സെയിം വേ തന്നെയാണിതും. അതും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, യോഗ, വർക്കൗട്ട്, എക്സസൈസ്, വാട്ടെവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. അത് നിങ്ങളുടെ സോളിനെ ഹാപ്പി ആക്കി വെക്കുകയും ചെയ്യും. സോ ഇതും പറഞ്ഞ പോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബെറ്റർ, നല്ലൊരു എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് നോർമലി റിലേറ്റബിൾ ആണ്, മനസ്സിലാവുമല്ലോ. ദെൻ നമുക്കൊരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്, കുറേ ഹാപ്പി മെമ്മറീസ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പം ഈ ഒരു മെമ്മറീസിനെ നമ്മളൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്രീഫായിട്ട് എന്താണെന്ന് എഴുതുകയല്ല, ഒരു 2 പേപ്പറിൽ നമ്മൾ വെച്ച് പിടിച്ച് അങ്ങ് എഴുതുക. അതായത് ഇന്ന് പോയപ്പം ഇന്നെന്നല്ല, നമുക്ക് ഒരു മുന്നേ ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് ഒരു കാര്യം ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തെ നമ്മൾ എഴുതി വെക്കുകയാണ്. ഇന്ന ഡേറ്റിൽ ഇന്ന ദിവസം ഞാൻ ഇന്നവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്നു, എനിക്കന്ന് ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെക്കുകയാണ്. അപ്പം ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറീസ്, ഹാപ്പി മെമ്മറീസിനെ നമ്മൾ റിക്കളക്ട് ചെയ്യാണ്, അല്ല റിക്കോൾ ചെയ്യാണ്. ഈ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മൾ ഹാപ്പിയാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മൾ സിഗ്നൽ തരും, നീ ഹാപ്പി ആയിരുന്നു, നീ ഇങ്ങനെയൊക്കെയാണ് ഹാപ്പി ആവുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. നമുക്കെപ്പോഴും ആ ഒരു കാര്യത്തിൽ എൻഗേജ് ആവാൻ, അല്ല ആ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് തോന്നും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാപ്പി മെമ്മറീസ്, നല്ല നല്ല ഓർമ്മകൾ നമ്മളിങ്ങനെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഈ കൈൻഡ് ഓഫ് ജേർണലിംഗ് എന്നൊക്കെ വേണേൽ പറയാം. ജേർണലിങ്ങിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഇച്ചിരി എക്സ്റ്റെൻഡഡ് വേർഷൻ എന്നൊക്കെ വേണേൽ പറയാം. ദെൻ സെൽഫ് ഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ വലിയ ലുലുമാള് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ദൂരസ്ഥലം ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ഇതൊന്നും അല്ല സെൽഫ് ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ അല്ല, നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അത്രയും. സെൽഫ് ഡേറ്റിൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോൾ വീട്ടിലിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുക, ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്ത്, ഒരു ലക്ഷറി ബാത്ത്, ഒരു ലോങ് ബാത്തൊക്കെ എടുത്ത്,
മഴയൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയി ഒരു കട്ടൻ കാപ്പിയൊക്കെ പോയി കട്ടൻ കാപ്പിയായിട്ട് പോയി ഒരു ബുക്കൊക്കെ വായിച്ച് നമ്മുടേതായ ഇന്നർ സെൽഫിനോട് നമ്മൾ കൂട്ടിരിക്കുന്നു. ആ ഒരു മൊമെൻറ്റിനെയാണ് സെൽഫ് ഡേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ വേറെ എല്ലാത്തിൽ നിന്നും വിട്ട് ഫോണിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ മാറിയിരുന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുകയാണ്. ഈ ഒരു സമയത്തും നമ്മുടെ സോൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവാണ്. ഓക്കെ, ചുറ്റും സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നീ നിൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ടുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ ഏറ്റവും നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണിത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ, നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും. അപ്പോൾ ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഇതിൽ കൂടുതൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.